മൊബൈൽ ഫോണിനകത്തുള്ള ഓരോ സെറ്റിങ്സുകളാണ് നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് നമുക്കറിയാത്ത ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സാധാരണ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരെ മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്ററാണ് ഓപ്പൺ ചെയ്യാറുള്ളത്. എന്നാൽ കാൽക്കുലേറ്ററിനകത്ത് ഏത് സാധാരണക്കാരനും വളരെ യൂസ്ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്പുകൾക്കിടയിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഇതുപോലുള്ള ആപ്പ് കാണും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കാണാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എന്നുള്ളത്. നിങ്ങൾ ആ കാൽക്കുലേറ്ററിൽ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കാൽക്കുലേറ്റർ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടാകും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാൽക്കുലേറ്ററുകൾ. ഇവിടെ മുകളിൽ 3 ഡോട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്വയറിലുള്ള 3 ഡോട്ടോ ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന നമ്മൾ അറിയാതെ ഡിലീറ്റ് ആയിപ്പോയ എല്ലാ ഡാറ്റകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ ഡിലീറ്റ് ആയി പോയതൊക്കെ ഇവിടെ മുകളിൽ കാണുന്ന ഹിസ്റ്ററി ഭാഗത്തുണ്ടാകും. എല്ലാ കാൽക്കുലേറ്ററിലും ഇതുപോലെ 3 ഡോട്ടായിരിക്കില്ല. ചില കാൽക്കുലേറ്ററിൽ താഴെ ഭാഗത്തോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തോ ഒക്കെ ആയിരിക്കും ഓരോ ആളുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ ട്രാൻസ്പെറൻസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാൽക്കുലേറ്റർ നമ്മുടെ സ്ക്രീനിൽ എവിടെയും കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ആരോ മാർക്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റർ ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എവിടെ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ആ കാൽക്കുലേറ്റർ ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കൊണ്ട് നടക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റിനകത്തൊക്കെ എന്തെങ്കിലും കണക്കുകൾ നോക്കി ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ കാൽക്കുലേറ്റർ ഇതുപോലെ നിങ്ങൾക്ക് ചെറുതാക്കാനും സാധിക്കും. ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള അറ്റം പിടിച്ച് ഇതുപോലെ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റർ ചെറുതാക്കാൻ സാധിക്കും. എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് ഇത്തരത്തിൽ കാൽക്കുലേറ്റർ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്ററിൽ കണക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് സ്ക്വയറിലുള്ള ഈ 4 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് അധികമായിട്ട് കാണും. ഇവിടെ കറൻസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ UAE ദിറമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സൗദി റിയാലാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഡോളറാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് US ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം US ഡോളർ എന്ന്. അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇപ്പോൾ $100 നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാ 8,398 രൂപയാണ് $100 നമുക്ക് കിട്ടുന്നത് കാണും. അതിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ഇന്നത്തെ ദിവസം 12:49 കറക്റ്റ് ടൈം ഇന്നത്തെ ഈ സമയത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ ബാങ്ക് റേറ്റിലുള്ള ഡീറ്റെയിൽസ് അവിടെ കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. താഴെ ഭാഗത്ത് ഇന്ത്യൻ റുപ്പീസിന് പകരം മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ അതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മീറ്റർ എത്ര ലെങ്ത്താണ് എത്ര മൈലാണെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഡീറ്റെയിൽസ് കിട്ടും. ഏരിയ നിങ്ങൾക്ക് എത്ര സ്ക്വയർ മീറ്ററിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെക്ടർ കിട്ടേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. 1 വാട്ട് എത്ര കിലോ വാട്ടാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കാൽക്കുലേറ്ററിനകത്തും ഒരുപാട് ഫീച്ചറുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.